Hi guys, welcome back to the channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഓൾ ന്യൂ ഐഫോൺ 15 Pro Max. Pro Max നമ്മുടെ ആപ്പിളിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന മോസ്റ്റ് പവർഫുൾ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം 15 Pro Max. അപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഒരു 3-3.5 വർഷമായിട്ട് നോർമൽ 13 128 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് ഈ 1.5 ലക്ഷം രൂപയുടെ ഫോണിലെത്തി. കാരണം നമുക്ക് 13 ഇപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് എടുക്കാൻ പറ്റും. ഇതിന് നമുക്കൊരു 1.5 ലക്ഷം രൂപ, ഒരു 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ ഈ സാധനം എടുക്കണമെങ്കിൽ അതിന് മാത്രം ആപ്പിൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയണം. നമുക്കപ്പോൾ ആദ്യം ഫോണിൻ്റെ ഒരു ഡിസൈനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ 13 ആണ്. നോർമൽ 13 എന്ന് പറയുമ്പോൾ 6.1 ഇഞ്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ്, നമ്മളെ കയ്യിൽ ഒതുങ്ങിയിരിക്കും. പ്രോ മാക്സ് വരുമ്പോൾ കുറച്ചുകൂടി വലിയ 6.7 ഇഞ്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പ വ്യത്യാസം ഫോൺ നമ്മളെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് നാച്ചുറൽ ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളറാണ് 15 സീരീസിൽ ഇറങ്ങിയപ്പോൾ. പ്രോ ഡിവൈസസിന് മാത്രമാണ് ഈ പറഞ്ഞ നാച്ചുറൽ ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉള്ളത്. പിന്നെ നമുക്ക് ബ്ലാക്ക്, നേവി ബ്ലൂ, വൈറ്റ് അങ്ങനെയൊക്കെ മറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ടൈറ്റാനിയം വന്നതോടുകൂടി തന്നെ ഇതിൻ്റെ വെയിറ്റ്, ഇത്രയും വലിയ ഫോണാണെങ്കിൽ പോലും ഇതിൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 14 പ്രോയും 15 പ്രോയും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു ഫോണാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ല. 13 നിന്ന് വന്ന എനിക്ക് പോലും 13 നമുക്ക് നോർമൽ അലുമിനിയം ഷാസിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സൈഡിൽ അവർ 15 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. മുന്നേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന ബാസായിരുന്നു. ആക്ഷൻ ബട്ടനെ കുറിച്ച് ഇപ്പോഴും ഒരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് ഈ ആക്ഷൻ ബട്ടൺ എന്നുള്ളത്. കാരണം നമുക്ക് ഒരു 5 സെറ്റ് ഓഫ് പ്രോസസ്സാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ടോർച്ച് ഓൺ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ സൈലൻ്റ് ആവും, സൈലൻ്റ് ആക്കുക, ലോങ് പ്രസ് ചെയ്യുമ്പോൾ റിങ്ങിലോട്ട് മാറും. അപ്പോൾ ആ ഒരു ഫീച്ചറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിത് ക്യാമറ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഈ ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വോളിയം അപ്പ് ഡൗൺ, ഇപ്പോൾ നോക്കിയാൽ പവർ ബട്ടൺ. ഇപ്പോൾ ഒരു 12 തൊട്ടിട്ട് തന്നെ അവർ ഒരു ബോക്സി ഡിസൈനിലാക്കിയിട്ടുണ്ടായിരുന്നു ഐഫോൺസ് എല്ലാം. പക്ഷേ അതിൽ തന്നെ ഒരു കർവ്ഡ്, ചെറിയൊരു രീതിയിൽ കർവ് കൊടുത്ത ഒരു ടൈപ്പ് ഓഫ് ബോഡിയാണ് ഈ 15 സീരീസിൽ പൊതുവെ വരുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 3 വലിയ, അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഐഫോണിൽ വെച്ചിട്ടുള്ള വലിയ ക്യാമറാസാണ്. അതിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ലെൻസിൻ്റെ വലിപ്പങ്ങൾ കാണാൻ പറ്റും, നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ലൈഡർ സെൻസർ, ഫ്ലാഷ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വലിയൊരു മൊഡ്യൂൾ തന്നെയാണ് ക്യാമറയിൽ. നമ്മളിപ്പം ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ അധികം ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പോർഷനായിരിക്കും തട്ടി നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കേസ് ഇടുമ്പം ക്യാമറ അധികം ബാധിക്കത്തില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മേജർ അപ്ഡേറ്റ് നമ്മളെ സി ടൈപ്പ് ചാർജിങ്. ഐഫോൺ 15 എടുത്ത് പറയുന്ന ഒരു അപ്ഗ്രേഡാണ് ഈ പറഞ്ഞ സി ടൈപ്പ് ചാർജിങ്. നമ്മളെ എല്ലാ ഫോണിലെയും പോലെ സി ടൈപ്പിലോട്ട് ആപ്പിളും ഒടുവിൽ വന്നിരിക്കുകയാണ്. പിന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുവാണെങ്കിൽ 6.7 ഇഞ്ച് AMOLED റെറ്റിന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ 2024 ആപ്പിൾ ഇത്രയും കൂടിയ ഡിവൈസ് എടുത്താലും നമുക്ക് വെറും 120 മാത്രമേ റിഫ്രഷ് റേറ്റ് തരുന്നുള്ളൂ. പിന്നെ നമ്മളൊക്കെ റിയൽ ലൈഫിൽ ഇതിനെ കുറ്റം പറയുമെങ്കിലും ശരിക്കും റിയൽ ലൈഫിൽ നമുക്ക് ഒരു 120 റിഫ്രഷ് റേറ്റിൻ്റെ ആവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം ഗെയിമിംഗ് മെയിൻ സ്ട്രീമായിട്ട് നോക്കുന്നവർക്ക് കുറച്ചുകൂടി കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ 14 തൊട്ട് ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. 15 ഇറങ്ങിയപ്പം ബേസ് മോഡൽ തൊട്ട് തന്നെ ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡൈനാമിക് ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. നമ്മളൊരു ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ട് അത് മുകളിൽ പോയി കിടക്കും. വോയിസ് റെക്കോർഡിംഗ് ആയിക്കോട്ടെ, എന്തായാലും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി കിടന്നാൽ പോലും ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കും. അതുകൊണ്ട് ഡൈനാമിക് ഐലൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് വളരെ തിന്നായിട്ടുള്ള ബെസലും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും തോന്നിക്കുന്നത്. റിയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഈ 15 പ്രോയിലും പ്രോ മാക്സിലും വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. വളരെ നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. അടുത്ത നമ്മളെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 ലെൻസസ് ആണ്. ഇപ്പം 13 വന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു അഡീഷണൽ ഒരു ലെൻസും കൂടെ കിട്ടിയിട്ടുണ്ട്.
ഇതിൽ 14 തൊട്ട് 15 വരെ ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 48 MB ക്യാമറയാണ്. 12 ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 13-ൽ 12 MB ക്യാമറ ആയിരുന്നു. പക്ഷേ 12 MB ക്യാമറയിൽ തന്നെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഒരു 48 വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടി നമുക്കൊരു ക്വാളിറ്റി ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. പക്ഷേ നമുക്ക് ഐഫോണിൻ്റെ കേസ് ആയതുകൊണ്ട് ഒരു ആസ് ആൻ നോർമൽ യൂസർ നമുക്ക് വലിയ ഡിഫറൻസ് തോന്നത്തില്ല ജെന്യുവൻലി പറയുവാണെങ്കിൽ. പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിൽ 3 ലെൻസസിൽ ഒന്ന് നോർമൽ, ഒന്ന് അൾട്രാ വൈഡ്, ഒന്ന് ടെലിഫോട്ടോയിൽ തന്നെ നമ്മൾ പ്രോ മാക്സ് എടുക്കാനുണ്ടായ മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് 5x. ഈ ഒരു 5x എന്നുള്ള ഫീച്ചർ പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് നോർമൽ 15 പ്രോയിൽ നമുക്ക് വെറും 3x മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എൻ്റെ 13-ൽ വന്നിട്ട് നമുക്ക് 1080p മാത്രമേ സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ വരുന്നത്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് 4K വരെ സിനിമാറ്റിക് എടുക്കാൻ പറ്റും. 4K തന്നെ 1x-ലും 2x-ലും നമുക്ക് സിനിമാറ്റിക് എടുക്കാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി അറിയാൻ പറ്റും. നമ്മളിപ്പം പിന്നെ ഒരു ഫോട്ടോയിൽ വന്ന ഒരു മേജർ അപ്ഡേറ്റ് 15-ൽ വന്നതെന്ന് പറയുന്നത് ഇതിപ്പോൾ എല്ലാ 15 സീരീസിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു നോർമൽ ഫോട്ടോ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോനെ നമുക്ക് പോർട്രേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പോർട്രേറ്റ് ഓൺ ഓഫ്, പോർട്രേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് പോർട്രേറ്റ് മോഡിൽ തന്നെ എടുക്കണമെന്നില്ല. അതിൻ്റെ ഡെപ്ത്ത് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ 15 തൊട്ടാണ് നമുക്ക് കിട്ടിത്തുടങ്ങിയത്. അപ്പം അതൊക്കെയാണ് ക്യാമറയെക്കുറിച്ച്. നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഒരുപാട് ടെക് റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വെച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റിയിട്ട്, ബാറ്ററി ബാക്കപ്പിനെ പറ്റിയിട്ട് എനിക്ക് 13 യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ വന്നത് നമുക്ക് നോക്കി തന്നെ അറിയാൻ പറ്റും. സൈസ് ചെറുതായതുകൊണ്ട് അത്രയും ചെറിയ ബാറ്ററി ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ അതായത് ഒരു ദിവസം ഞാനിപ്പം ആക്ച്വൽ എത്ര mAh എത്ര മണിക്കൂർ അങ്ങനെയൊന്നും പറയുന്നില്ല. എനിക്ക് റിയൽ ലൈഫിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് റിയൽ ലൈഫിൽ ഒരു ദിവസം നമ്മളൊരു നോർമൽ യൂസ് ആണെങ്കിൽ ഒരു ദിവസം 13 നിൽക്കുമായിരുന്നു. അതായത് 12ഉം 11ഉം ഒക്കെ വെച്ച് നോക്കുമ്പോൾ 13-ൻ്റെ ബാറ്ററി വളരെ ബെറ്റർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം നോർമൽ യൂസിന്. പക്ഷേ ഈ ഒരു പ്രോ മാക്സിലോട്ട് വന്നപ്പം കളി മൊത്തം മാറി. എനിക്ക് അതിൽ ഒരു ദിവസം നിൽക്കുമെങ്കിൽ ഇതിൽ 2 ദിവസം നിൽക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളൊരു നോർമൽ ഫോണായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ 2 ദിവസം നിൽക്കും. അല്ല നമ്മളൊരു ഹാർഡ് യൂസർ ആണെങ്കിൽ ഒരു ദിവസം നിൽക്കും. അങ്ങനെയാണ്. പിന്നെ ഇതിലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ ബാറ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ പഴയ ഐഫോണിലെല്ലാം ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് എന്ന് മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പം ഫോൺ തന്നെ മനസ്സിലാക്കിയിട്ട് ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. നമുക്കിതിൽ 80% ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 100% ഫുൾ ചാർജ് ചെയ്ത് അതിൻ്റെ ബാറ്ററി ഹെൽത്തിനെ കില്ല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 80-ൽ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 80 എത്തുമ്പോൾ കട്ട് ഓഫ് ആവും. അതൊന്ന്. രണ്ടാമത് നമുക്കിതിൽ ഹെൽത്തിൽ പോകുമ്പോൾ നമുക്കിവിടെ സൈക്കിൾ കൗണ്ട് അറിയാൻ പറ്റും. ആ സൈക്കിൾ കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരെ നമുക്ക് ബാറ്ററി ഹെൽത്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ വരുന്നത്. സൈക്കിൾ കൗണ്ട് നമ്മൾ എത്ര വട്ടം 100% ചാർജ് ചെയ്തു എന്നുള്ളത് അറിയാം. ഇത് നമുക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുമ്പോൾ ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഇതിപ്പോൾ 25 എന്ന് പറയുമ്പോൾ 25 വട്ടമാണ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഫുൾ ചാർജ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ 50-ൽ വെച്ച് ചാർജിങ് നിർത്തുവാണെങ്കിലും അടുത്ത വട്ടം ഒരു 50% ആകുമ്പോൾ അത് ഫുൾ ചാർജ് ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണ് കൗണ്ട് എടുക്കുന്ന. ബാറ്ററി അടിപൊളിയാണ്. പക്ഷേ നമുക്കിപ്പോഴും വലിയ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളെ നോർമൽ 20 വാട്ടിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ C ടൈപ്പ് ആയതുകൊണ്ട് വേറെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇത് ഞാൻ പറയാം. എന്നാലും എനിക്കൊരു സ്ലോ ചാർജിങ് എന്ന് എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ ഒരു ആവശ്യത്തിന് ഉള്ള സ്പീഡിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ C പോർട്ടിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് ഭയങ്കര ഈസിയായി. എന്ന് പറയുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ കൊടുക്കാനാണെങ്കിലും പിന്നെ പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യാനാണെങ്കിലും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്. പിന്നെ നമുക്ക് റിവേഴ്സ് ചാർജിങ് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ചോ എയർപോഡോ എന്ത് വേണമെങ്കിലും നമുക്ക് റിവേഴ്സ് ചാർജിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്. പിന്നെ ഏറ്റവും വലിയ പ്രോ മാക്സിലുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണലി ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിൽ നേരത്തെ പറയാൻ വിട്ടുപോയതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് പ്രോ സീരീസിൽ പ്രോറസ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രോറസിൽ തന്നെ ലോഗ് ഇട്ടിട്ട്, അതായത്
ലോഗ് എന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം, നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ലോഗ് ഫോർമാറ്റിലാണ്. അപ്പോൾ ഒരു നരച്ചൊരു രീതിയിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അവർ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കളർ ഗ്രേഡിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്താൽ മാത്രം. ഇപ്പം ഞാൻ ഈ ഒരു സീനറി ഷൂട്ട് ചെയ്യുവാണ്, അപ്പോൾ ഈ പച്ചയൊക്കെ ഭയങ്കര നരച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ പച്ചയ്ക്ക് എത്ര സാച്ചുറേഷൻ വേണം, എത്ര കളർ വേണം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോഗിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ, അതായത് ഒരു സിനിമ പോലും നമുക്ക് ഇപ്പോഴത്തെ ഐഫോണിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഐഫോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലോഗ് ഫോർമാറ്റിൽ ഈ പറഞ്ഞ പുതിയ ഐഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യാണ്ട് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് SSDയോ അല്ലെങ്കിൽ പെൻഡ്രൈവോ അങ്ങനെ എന്ത് ഡിവൈസ് ഉണ്ടെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് SSDയിലോട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് പെൻഡ്രൈവിലോട്ടോ ഷൂട്ട് ചെയ്യാം. വീട്ടിൽ വരിക, ഈ SSD എടുത്ത് സിസ്റ്റത്തിൽ കുത്തുക, എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അവിടെ കോപ്പി ചെയ്യാനോ അങ്ങനെ ഒന്നും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കുറച്ചുകൂടി പ്രൊഫഷണലി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പം ഐഫോൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് 15 Pro Maxൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാമെന്നുള്ള, കാരണം ഞാനിപ്പോൾ ഈ സാധനം ഇത്ര രൂപ കൊടുത്ത് എടുത്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി പഠിക്കാനൊന്നുമില്ല. ഒരുപാട് റിസർച്ച് ചെയ്തു, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ എല്ലാ യൂട്യൂബ് വീഡിയോസും കണ്ടു, ബ്ലോഗുകൾ വായിച്ചു, എല്ലാം ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമ്മളെ ഫോണിൻ്റെ വിശേഷം. പിന്നെ നമ്മൾ ഒരു മാസം 2 മാസമൊക്കെ ഉപയോഗിച്ച് കുറച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, ഈ ഒരു എമൗണ്ടിന് വെർത്താണോ എന്നൊക്കെ ഉള്ള വീഡിയോസ് നമുക്കിനി ഫ്യൂച്ചറിൽ ചെയ്യാം. അപ്പം സ്റ്റേ ട്യൂൺ ബൈ. ഇറ്റ്സ് മീ മുഹമ്മദ് സഫിയ.